ഇത് മെച്യൂരിറ്റി ഒന്നുമല്ല, പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് തോക്ക് വെച്ചേക്കുന്ന പോലെയല്ല ക്യാമറ ഇങ്ങനെ വന്നിരിക്കുമ്പോ. ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും തക്കൊക്കെ പറഞ്ഞ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന അങ്ങനെ ഒരാളായിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും അങ്ങനെ ആണോ? ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ടും ഇങ്ങനെ മറുപടി പറയത്തുള്ളൂ അങ്ങനെ ഒരു ഇത് പറയാം? അല്ല, ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്, ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഗിരീഷ് ഏട്ടന്റെ പടങ്ങളിലാണെങ്കിലും ഈ സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് പൊതുവെ. ഗിരീഷേട്ട ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെയുള്ള ഒരു വാചകമായിരുന്നു, എനിക്ക് നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും എന്നുള്ളത്. അതിന് ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് എന്ന് നമ്മളങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറയില്ല, കാരണം എനിക്ക് എന്നെ തന്നെ പറ്റിയിട്ട് നല്ല മതിപ്പാണെന്നുള്ളത്. ഈ ഡയലോഗ് എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അത് എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നത്, അത് സ്പോട്ടിൽ വന്നതാണ്? അത് എഴുതിയതാണ്. അതെനിക്ക് എൻ്റെ ലൈഫ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വന്നതാണ്. അതന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് അത് എഴുതുമ്പോൾ അത് അങ്ങനെ വന്നു പോയി. ഈ പ്രേമം അന്ധന്മാര് മാത്രമല്ല മണ്ടന്മാരാക്കെന്ന് പറയുന്ന ഡയലോഗും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണോ? അല്ല അത് എഴുതിയപ്പോ വന്നതാണ്. ചെയ്യുന്ന എല്ലാ ലവ് സ്റ്റോറീസിലായാലും ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു ലവ് സ്റ്റോറി മറ്റേ കണക്ട് ചെയ്യാതെ ഓരോ ലവ് സ്റ്റോറിയിൽ അതിന്റെ യൂണീക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു ഇതാ ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ഒരിക്കലും കമ്പാരിസൺ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണോ? എല്ലാ ലവ് സ്റ്റോറീസിലും ഒരേ പാറ്റേൺ, ഒരു ഡിഫറെന്റ് ആയിട്ട് യൂണീക്ക് ആയിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതെ അത് അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അത് വേറെ ആയിരിക്കണമല്ലോ. അപ്പം ആ ക്യാരക്ടേഴ്സിന്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസിന് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിങ്ങിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ ഇത്. എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡൈമെൻഷൻസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ദിലീഷേട്ടൻ ഒരു നല്ല നടനാണ്, അതുപോലെ തന്നെ നല്ലൊരു സംവിധായകനാണ്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇത് മൂന്നും ചെയ്യുമ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പം ഡയറക്ടറായിട്ട് നടനായിട്ട് പ്രൊഡ്യൂസറായിട്ട് ഒരു മൂവി ഇറങ്ങുമ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് എപ്പോഴാണ്? ടെൻഷൻ എനിക്ക് തോന്നുന്നത് ചിലപ്പം പ്രൊഡ്യൂസറായിട്ട് ഒരു പടം ഇറങ്ങുമ്പോഴായിരിക്കും. അല്ല, എനിക്ക് പ്രൊഡ്യൂസർ ആക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്ര കമ്പാരിറ്റീവ്ലി എപ്പോഴായാലും കുറച്ചും കൂടി ഇതായിരിക്കും. പക്ഷെ പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഡയറക്ടർ എന്ന രീതിയിൽ ഒരു നമ്മൾ വേറെ തരം ടെൻഷനായിരിക്കും നമുക്കുണ്ടാവുക. പക്ഷെ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അത് വേറൊരു ടെൻഷനാണ് ഉണ്ടാവുക. കുറച്ചും കൂടെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വേറെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് തരത്തിലാണ്. ടെൻഷന് എന്തായാലും കുറവൊന്നുമില്ല. അല്ല, അതിനൊരു പടം ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നല്ല, ഒരു പടം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. അല്ല, ആഗ്രഹമില്ലാതെ ഉണ്ടാവുമോ? എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ലേ? കഥാപാത്രം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്താണെന്ന് ഇതിന് എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. അത് എല്ലാം ഉണ്ട്. അതിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ചില സസ്പെൻസുകൾക്കായിട്ട് പുള്ളി വെച്ചിരിക്കുന്നതാണ്. ദിലീഷേട്ടാ, ഇപ്പോൾ തങ്കത്തിന് ശേഷം ശ്യാം പുഷ്കരൻ എവിടെയാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു. അപ്പോൾ നമ്മളറിയുന്നത് അദ്ദേഹം ഇങ്ങനെ ഫഹദിലേക്ക് വെച്ചൊരു മാസ് സിനിമ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ഷാറുഖ് ഖാന് വേണ്ടി സിനിമ എഴുതുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ശ്യാം പുഷ്കരൻ എവിടെയാണ്? ശ്യാം പുഷ്കരൻ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും അപ്പോൾ നായകൻ? അത് തീരുമാനമായിട്ടില്ല. എന്തായിരിക്കും ചോണം? അല്ല, അത് ഒന്നും പറയാറായിട്ടില്ല. നമുക്ക് വഴിയെ വരാം. എന്തായാലും താമസിക്കാതെ തന്നെ ഞങ്ങളുടെ ഒരു പടം ഉണ്ടാവും. ശ്യാം, ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാന്യനായിട്ടുള്ള ഒരാൾ എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമയിൽ അങ്ങനെ കണ്ടിട്ടുള്ള ഈ നിറത്തില് ബോബനാലമോണിന്റെ ക്യാരക്ടറിനൊക്കെയാണ്. അപ്പോൾ അതിന് അങ്ങനെ തന്നെ ഒരാൾ മാന്യമായിട്ട് കംപ്ലീറ്റ്ലി നിൽക്കുമ്പോൾ തന്നെ അതിലൊരു ക്വർക്കിനെസ് ഉണ്ടല്ലോ, ഒരു തമാശ ഉണ്ടല്ലോ. അത് പ്രേമല ഒരു ഹൈലൈറ്റ് ആയിരിക്കും. ആ ഒരു ക്യാരക്ടർ എനിക്ക് അധികം അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ആദ്യം എന്ന് പറയുന്നൊരു അതിൽ പറയുന്ന പോലെ തന്നെ ഒരു IT പ്രൊഫഷണലാണ്, അയാൾ വെൽ സെറ്റിൽഡ് ആണ്, ഒരു ജെന്റിൽമാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു ഗ്ലാൻസിൽ നമ്മൾ ആ ഒരു മിറർ ഷോട്ട് കാണുന്നുണ്ട്, പുള്ളി ഇങ്ങനെ ചാടിയിട്ട് പെട്ടെന്ന് നോർമലാവുന്നത്. അപ്പൊ അതിലെവിടെയോ എന്തോ ഒരു സംഭവം അയാളുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കും മേ ബി അതിൽ ആ ഒരു ഷോട്ടിൽ റിവീൽ ആവുന്നത്. അപ്പോൾ കൂടുതൽ പറയാൻ എനിക്ക് നിർവാഹമില്ല. മറ്റന്നാളത് ഫിലിമിൽ എന്തായാലും ആദ്യം ഇങ്ങനെ ഒരു പേസിൽ പോകുന്നുണ്ട്. ആദ്യയുടേതായ കുറച്ച് പരിപാടികളും കുറച്ച് വേരിയേഷൻസും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അത് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ സച്ചിൻ റീനുവിന്റെ പുറകെയാണ്. ഒരു പോയിന്റിൽ റീനു ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഐ വിൽ മാരി ആദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും ആ സിനിമ കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ, എന്താണ് ആദിയുടെ സ്പേസ് എന്നുള്ളത്. ഈശ്വരി, ഈ പ്രേമലു എന്നുള്ള പേര് അത് എവിടെ നിന്നാണ്? അത് ഈ തെലുങ്ക് മലയാളം വരുന്നത് കൊണ്ടാണോ, അതോ ലേലു അല്ലു എന്ന് എടുത്തതാണോ? എങ്ങനെയാണ് പ്രേമലു വരുന്നത്? അത് തെലുങ്കിൽ അങ്ങനത്തെ ഒരു വാക്കുണ്ട് പ്രേമലു എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അതിന് റിയൽ ഇതിൽ സെൻസ് ഒന്നുമില്ല, പ്രേമങ്ങൾ എന്നാണ് അതിൻ്റെ ഇത്. പക്ഷെ മലയാളികൾ പണ്ട് തുടങ്ങി ഈ ലൂ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാവും എന്നുള്ളൊരു ഇതിലാണല്ലോ തെലുങ്കിനെ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഞാൻ അങ്ങനെയല്ല കണ്ടായിരുന്നേ സത്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഹൈദരാബാദ് ടച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ട് വന്നൊരു പേരാണ് പ്രേമലു.